മോളെ നീ ഇതെങ്ങോട്ടാ? അമ്മ ഞാൻ ടൗണിലേക്ക്. എന്റെ മാല പഴയതായി, അപ്പൊ ഇതൊന്ന് മാറ്റി വാങ്ങാനാ. സ്വർണ്ണന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, പുതിയ മോഡൽ കണ്ടാൽ നമ്മൾ അപ്പം മേടിക്കണം. അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എനിക്ക് അത് തന്നെ വേണം. അപ്പൊ ഞാൻ എന്തായിട്ടും ഒന്ന് പോയിട്ട് വരാം. സ്വർണം മാറ്റി വാങ്ങാനോ? വേണ്ട വേണ്ട, സ്വർണം മാറ്റി വാങ്ങിയിട്ട് ഇനിയുള്ള പരിപാടി വേണ്ട. കഴിഞ്ഞ മാസമല്ലേ സ്വർണം മാറ്റി വാങ്ങിയത്? കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് എത്ര സ്വർണങ്ങളാ മാറ്റി വാങ്ങിയത്? അമ്മ ഓരോ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. പഴയ കാലത്തുള്ള ആ ഡിസൈൻ ഒന്നും ഇപ്പൊ ആരും ഉപയോഗിക്കുന്നില്ല. പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ മേടിക്കണം. ഈ പഴയതൊന്നും ഉപയോഗിച്ച് നടക്കാൻ എന്നെ കിട്ടില്ല കേട്ടോ. ഞാൻ അതൊന്നും ശീലിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് മാറ്റി വാങ്ങാൻ പോയാലും അമ്മയ്ക്കുള്ളതാണ് ഒരു തടസ്സം പറയല്. ഇന്ന് ഞാൻ ഒന്നും സമ്മതിക്കില്ല, എനിക്ക് മാറ്റി വാങ്ങിയേ പറ്റുള്ളൂ. ശരി, നീ മാറ്റി വാങ്ങിക്കോ. പക്ഷെ ഞാൻ പറയുന്നത് ഒന്ന് കേട്ടിട്ട് നീ പിന്നെ മാറ്റി വാങ്ങാൻ പോയിക്കോ. നിനക്ക് എത്ര പവന്റെ സ്വർണം എവിടുന്ന് തന്നത്? 20 പവൻ തന്നു. 20 പവൻ തന്നില്ലേ? ഇപ്പൊ നിനക്ക് എത്ര ഉണ്ട്? ഇപ്പൊ 13 ഉള്ളൂ. 13. ആ, അപ്പൊ 7 പവൻ എന്തായി? ഓരോ കൊല്ലത്തെ ഈ മാറ്റി വാങ്ങല് 2 പവൻ മാറ്റി വാങ്ങിയാൽ 1.5 പവൻ കിട്ടും, 3 പവൻ മാറ്റി വാങ്ങിയാൽ 2.5 പവൻ കിട്ടും. അങ്ങനെ മാറ്റി വാങ്ങി 20 പവൻ ഇപ്പൊ 13 പവനേ ഉള്ളൂ. 7 പവൻ അവിടെ പോയി. ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് 7 പവൻ എത്ര ലക്ഷം രൂപ കൊടുക്കണം? എല്ലാം കൂടെ എത്രയാ? ഈ 2-3 വർഷം കൊണ്ടേ 6.5 ലക്ഷം രൂപയുടെ മുതലാണ് കൊണ്ട് കളഞ്ഞത്. പണ്ടുള്ളവരെ 3 തലമുറ വരെ അന്ന് ഉപയോഗിച്ചിരുന്ന ആ മോഡലാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഓരോ മോഡൽ ഇറങ്ങുമ്പോഴും അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വാങ്ങിച്ചേക്കുക. അപ്പൊ എത്ര രൂപ നഷ്ടമായി എന്നറിയോ? ഒന്ന് കൂട്ടി നോക്കിയേ. പക്ഷെ അമ്മ മാറ്റി വാങ്ങിയതിന് പൈസ കൊടുക്കണ്ട, നമുക്ക് ലാഭല്ലേ? അപ്പൊ 3 പവന്റെ സ്വർണം കൊടുത്താൽ 2.5 പവനിലേ കിട്ടുള്ളൂ. 1/2 പവന്റെ കാശ് മാറ്റി വാങ്ങലും പണിക്കുറവും പണിക്കൂലിയും ഒക്കെ ആയിട്ട് അവരെടുക്കും. അതറിഞ്ഞില്ല? അങ്ങനെയാണ് ഈ സ്വർണം 20 പവനുള്ള 13ആയി കുറഞ്ഞത്. അതറിയാവോ? അയ്യോ അമ്മ, ഞാനത് ഓർത്തിട്ടില്ല ഇതുവരേക്കും. ശരിയാ, എന്റെ സ്വർണ്ണൊക്കെ അങ്ങനെ കുറയുന്നുണ്ടല്ലേ. കയ്യിലത്തെ ക്യാഷ് പോവാത്തപ്പോ ഞാൻ കരുതിയോ ഇത് ലാഭാണല്ലോ, പുതിയ ഡിസൈനൊക്കെ എനിക്ക് വാങ്ങി ഇടാലോന്ന്. ഇത്ര വലിയൊരു നഷ്ടം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഞാൻ ഓർത്തേ ഇല്ല. ഇനി ഞാൻ മാലയും വളയൊന്നും മാറ്റുന്നില്ല, എനിക്ക് ഇത് തന്നെ മതി. ഇതാണ് ഇന്നത്തെ പുതുതലമുറയുടെ ഒരു കുറവ്. ഇങ്ങനെ എത്ര പൈസ നഷ്ടം വരുന്നത് അവരറിയുന്നില്ലല്ലോ. ആരും ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി മാസം 6 മാസം കൂടുമ്പോഴങ്ങോട്ട് മാറ്റി അങ്ങ് വാങ്ങല സ്വർണം. വാങ്ങി ലാസ്റ്റ് സ്വർണം കുറഞ്ഞു ഇത്ര ആയപ്പോഴാണ് അറിയുന്നത്. ഇനിയെങ്കിലും അത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി സ്വർണം എപ്പോഴെപ്പോഴും മാറ്റി വാങ്ങാതിരിക്കുക. ശരി അമ്മേ, ഇനി ഞാൻ ഉള്ളത് കൊണ്ട് സൂക്ഷിച്ച് കണ്ട് നോക്കിക്കോളാം. ഇനി ഞാൻ മാറ്റി വാങ്ങാനേ നിൽക്കുന്നില്ല.